ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെ നിയന്ത്രിക്കുക. പിന്നെ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക. മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിച്ച് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. അങ്ങനെ നമ്മുടെ ബോധത്തെ നിയന്ത്രണത്തിലൂടെയാണ് നമ്മുടെ ബോധത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നോ അത് മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. മനസ്സുകൊണ്ട് എന്തൊക്കെ ചിന്തിക്കുന്നോ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് മാറും. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ബോധത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാന് വേണ്ടി സംസാരിക്കുക, ഭഗവാന് വേണ്ടി ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഭഗവത് ബോധത്തിലേക്കാവും, കൃഷ്ണാവബോധത്തിലേക്കാവും.